തലയെ തിരിച്ചു തന്നതിന് വളരെയധികം സന്തോഷം. പലരും നെഗറ്റീവ് കമൻറ്റ്സ് പറയുമായിരിക്കും, ബട്ട് ഗോഡ് ബ്ലെസ് യു. സ്റ്റാർ കാസ്റ്റ് കുറേ പേര് വന്ന് കിടില് തൊണ്ടയൊക്കെ പോയി. ലോജിക്ക് വീട്ടിൽ വെച്ചിട്ട് വന്നിട്ടിരുന്ന് ഫണ്ണായിട്ടിരുന്ന് കാണാൻ വേണ്ടിയൊരു പടമാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല. കൊള്ളാം സിനിമ. ഫാൻസിന് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. കൊള്ളാം, കുഴപ്പമില്ല. സൂപ്പർ സൂപ്പർ വന്നിട്ടുണ്ട്. ഫാൻസിന് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ല. ഫാൻ ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കുറച്ച് അടിയും മാത്രമേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ടില്ല. അജിത്തിൻ്റെ ഒരു മാസ് മൂവി എന്നുള്ള ഇതേ ഉള്ളൂ. കൊള്ളായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. സൂപ്പറായിരുന്നു. കൊള്ളാം. ഗുഡ് ബാഡ് അഗ്ലി പറയാൻ വാക്കില്ല. ഹാറ്റ്സ് ഓഫ് ടു ഹാർദിക്, തലയെ തിരിച്ചു തന്നതിന്. ഗൂബംസ് നമ്മളാരും വിചാരിക്കാതെ ഡൈ ഹാർട്ട് ആയ തല ഫാൻ ഒരുപാട് ആക്ച്വലി വിടാമറിച്ച് കണ്ടപ്പം ഒരു ഇതുണ്ടായിരുന്നു, പക്ഷേ തലയെ തിരിച്ചു തന്നതിന് വളരെയധികം സന്തോഷം. പലരും നെഗറ്റീവ് കമൻറ്റ്സ് പറയുമായിരിക്കും, ബട്ട് തലയെ തിരിച്ചു തന്നതിന് വളരെയധികം താങ്ക്സ്. ജി.വി. പ്രകാശ് കുമാർ ആയാലും എൻ്റെ ഡയറക്ടറായാലും ശരി തന്നെ വർഷങ്ങളോളം കാത്തിരുന്നു. ആഫ്റ്റർ മങ്കാത്തയ്ക്ക് ശേഷം തിരിച്ചു തന്നിരിക്കുന്നു. താങ്ക്സ് യു ഹാർദിക്. നോട്ടെ ഗുഡ് ബാഡ് അഗ്ലി, ഗോഡ് ബ്ലെസ് യു. പക്കാ ഫാൻ ബോയ് പടം, കിണ്ണം പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഓരോ ആൾക്ക് സ്റ്റാർ കാസ്റ്റ് കുറേ പേര് വന്ന് കിടില് തൊണ്ടയൊക്കെ പോയി. എല്ലാം കൊള്ളായിരുന്നു. സെറ്റ് പടമായിരുന്നു. പക്കാ ഫാൻ ബോയ്. ലോജിക്കൊന്നും നോക്കി പോയില്ല. കിടിലം പടം, നല്ല സെറ്റ് പടം. അടിപൊളി. കൊള്ളാം. നല്ല സൂപ്പർ എല്ലാം സൂപ്പർ. വിടാമുയർച്ചി കണ്ടിട്ട് വന്നിട്ട് AK എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ട്, അത് നമ്മൾ അജിത് കുമാറിനെ വെച്ചിട്ട് കാണുകയാണെങ്കിൽ ഈ പടം നമ്മൾ ലോജിക്ക് വീട്ടിൽ വെച്ചിട്ട് വന്നിട്ടിരുന്ന് ഫണ്ണായിട്ടിരുന്ന് കാണാൻ വേണ്ടിയൊരു പടമാണെങ്കിൽ ഇത് ഫുൾ നമുക്ക് പൈസ വസൂലാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മളൊരു അജിത്തിൻ്റെ പഴയ കൈൻഡ് ഓഫ് ഒരു വൈബായിരുന്നിരുന്നാലും ആ ഫാക്ടേഴ്സൊക്കെ വെച്ച് കാണാനാണെങ്കിൽ പടം മാസാണ്. എനിക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ജി.വി. പ്രകാശിൻ്റെ മ്യൂസിക് ആയിരുന്നിരുന്നാലും ഒരു ഫാൻ ബോയ് മൊമെൻ്റാണ്. അതിനകത്ത് കുറേ പഴയ പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര നൈസായിരുന്നു. അത് പഴയ ഈ ആലുമട്ടോലുമയായിരുന്നാലും അതിനകത്ത് മറ്റേ പുലി ആ പാട്ടായിരുന്നാലും ആ പാട്ടൊക്കെ കിടിലുമായിരുന്നു. അതിൽ ഓരോ സീനും കിടിലായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 6 or 7 അജിത്തിൻ്റെ ലുക്സ് ഉണ്ട്. ആ ലുക്കുകളെല്ലാം മാസമായിരുന്നു. സീനായിരുന്നു. പടം അടിച്ച് തൂക്കി. അതെന്ന് പറയുമ്പോഴേക്കും ഓവറോൾ ഒരു ഫാൻ ബോയ്ക്ക് വന്നിരുന്ന് കാണേണ്ട, അതായത് ഒരു ഫാൻ ബോയ് എടുത്ത പടം ആൾക്കാർക്ക് രസിക്കാൻ വേണ്ടിയുള്ള പടം, കണ്ട് അടിപൊളിയാവാനുള്ള ഒരു രീതിക്കുള്ള ഒരു പക്ക മാസ് അടിപൊളി പടം ഇരുന്ന് കാണും. മലയാളികൾക്ക് കണക്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഞാൻ അത് പറയാം. ബേസിക്കലി ഞാനിപ്പോൾ പഠിക്കുന്നത് കന്യാകുമാരിയിലാണ്. അപ്പം എനിക്ക് തമിഴ് മീംസും കാര്യങ്ങളൊക്കെ ഇതാവും. ചിലർക്ക് ആ മീമുകൾ കിട്ടില്ല. ചില മീമുകളുണ്ട്, ഇറുങ്കബായി, അങ്ങനെ കുറേ അതിനകത്ത് കുറേ കണ്ടൻറ്റുകളുണ്ട്. അത് തമിഴ് മീം കാണുന്നവർക്കും അത് ചിലപ്പം കണക്റ്റ് ആവാം, ചിലർക്ക് കണക്റ്റ് ആവാതിരിക്കാം. പക്ഷേ തമിഴ് മീംസൊക്കെ ഒന്ന് കണ്ട് രസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ കൂടെ അത് രസിക്കുകയാണെങ്കിൽ പടം വേറെ ലെവലാണ്. ഇതൊരു പക്ക ഫാൻ ബോയ് മാസ് എൻ്റർടൈനർ ചെയ്യാൻ വേണ്ടിയുള്ളത്.